Now in John 8th chapter യോഹന്നാൻ 8-ാം അധ്യായം and the 34th verse, 34-ാം വാക്യം, the Lord Jesus Christ tells about being the servant. കർത്താവായ യേശുക്രിസ്തു ദാസനാകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. 8th chapter of John 24th verse. യോഹന്നാൻ 8-ാം അധ്യായം 24-ാം വാക്യം. 34, sorry, I just said 34. ക്ഷമിക്കണം, 34-ാം Truly, വാക്യം. truly I say unto you, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, whosoever committeth sin പാപം ചെയ്യുന്നവൻ is the servant of sin. പാപത്തിന്റെ ദാസനാകുന്നു. You know how easily lies used to come to my mouth. നിങ്ങൾക്കറിയാമോ, എന്റെ വായിൽ നിന്നും നുണകൾ വളരെ സുലഭമായി വരുമായിരുന്നു. Extraordinary lies. അസാധാരണമായ നുണകൾ. And I found that lying spirit got into my children, one or two of my children. എന്റെ ഒന്നോ രണ്ടോ കുട്ടികളിൽ ആ നുണ പറയുന്ന ആത്മാവ് കടന്നിരുന്നു എന്ന് ഞാൻ കണ്ടു. You see, after Jesus touched me, യേശു എന്നെ സ്പർശിച്ചതിന് ശേഷം I was a boy of 15 years. ഞാൻ 15 വയസ്സുള്ള ബാലനായിരുന്നു. No more that lying tongue. പിന്നെ ആ നുണ പറയുന്ന നാവ് ഉണ്ടായിരുന്നില്ല. A tongue which used to speak lies so freely. അനായാസേന നുണ പറയുന്ന നാവ്. So Jesus says, അതിനാൽ യേശു പറയുന്നു, he that sinneth is the servant of sin. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ Oh, ദാസനാകുന്നു. you may say, I never worked in any house, I am not a servant. ഞാൻ ഒരു വീട്ടിലും വേല ചെയ്തിട്ടില്ല, ഞാൻ ഒരു ദാസനല്ല എന്ന് നിങ്ങൾ But പറഞ്ഞേക്കാം. Jesus says, എന്നാൽ യേശു പറയുന്നു, you are a servant. നിങ്ങൾ ഒരു ദാസനാണ്. You're a slave. Servant in the Bible means a നീ slave. ഒരു അടിമയാണ്. വേദപുസ്തകത്തിൽ ദാസൻ എന്ന വാക്കിന്റെ അർത്ഥം അടിമ That എന്നാണ്. is, അതായത് whatever your master says, നിങ്ങളുടെ യജമാനൻ എന്ത് പറഞ്ഞാലും you will do. നിങ്ങൾ അത് ചെയ്യും. So the Bible says again, അതിനാൽ വേദപുസ്തകം വീണ്ടും he പറയുന്നു, that committeth sin is of the devil. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവൻ. So when holidays come, അവധിക്കാലം വരുമ്പോൾ oh, it is a very big problem in many families. പല കുടുംബങ്ങളിലും വലിയ പ്രശ്നമുള്ള സമയമാണത്. Holiday time is the devil's time. അവധിക്കാലം പിശാചിന്റെ കാലമാണ്. And people want to go to this cinema, that cinema, ആളുകൾ ഈ സിനിമയ്ക്കും ആ സിനിമയ്ക്കും or പോകാൻ they want to go ആഗ്രഹിക്കുന്നു. to the neighbor's house and watch dirty movies. അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി എന്തെങ്കിലും അഴുക്ക് സിനിമ കാണുവാൻ They find ആഗ്രഹിക്കുന്നു. some evil cassettes അവർ എന്തെങ്കിലും ദുഷ്ട കാസറ്റുകൾ കണ്ടെത്തുന്നു. and they take this cell phone. പിന്നെ സെൽഫോൺ എടുത്താൽ, I don't know how many slaves to the cell phone there are here. സെൽഫോണിന്റെ അടിമകൾ എത്ര പേർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. And in this cell phone, ഈ സെൽഫോണിൽ one young man said to me, ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, somehow one nurse got my number ഒരു നഴ്സിന് എങ്ങനെയോ എന്റെ നമ്പർ കിട്ടി. and she began to leave messages for me. അവൾ മെസ്സേജുകൾ അയക്കുവാൻ തുടങ്ങി. I found out who that girl was ആ പെണ്ണ് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. and I warned her ഞാൻ അവൾക്ക് മുന്നറിയിപ്പ് നൽകി, that I don't want any more messages. ഇനിമേലാൽ എനിക്ക് മെസ്സേജുകൾ അയക്കരുത് എന്ന് ഞാൻ Today, പറഞ്ഞു. ഇന്ന് people are sending messages to their neighbors' wives. ആളുകൾ അയൽക്കാരന്റെ ഭാര്യയ്ക്ക് മെസ്സേജുകൾ അയക്കുകയാണ്. This cell phone has become another great danger. ഈ സെൽഫോൺ മറ്റൊരു വലിയ അപായമായി തീർന്നിരിക്കുകയാണ്. One man said, ഒരു മനുഷ്യൻ പറഞ്ഞു, oh, my daughter is in school ഓ എന്റെ മോൾ സ്കൂളിലാണ്, and she spends, I have to pay 600 rupees for her cell phone. അവളുടെ സെൽഫോണിന് ഞാൻ 600 രൂപ അടയ്ക്കേണ്ടിയിരിക്കുന്നു. What? എന്ത്? When you are in school, when you are in college, നിങ്ങൾ സ്കൂളിലും കോളേജിലും your ആയിരിക്കുമ്പോൾ business is to study.
പഠിക്കേണ്ടതാണ് നിങ്ങളുടെ ജോലി. Not to be playing with a cell phone, talking to friends, talking to boys and girls. സെൽഫോണിൽ കളിച്ച് കൂട്ടുകാരോട് സംസാരിച്ച് ചെറുക്കന്മാരോടും പെൺകുട്ടികളോടും My dear സംസാരിക്കാനല്ല. people, എന്റെ he പ്രിയപ്പെട്ട that ജനങ്ങളെ, sinneth is the servant of sin. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാണ്. Maybe you didn't give a cell phone to your child. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് സെൽഫോൺ One കൊടുത്തില്ലായിരിക്കും. man first said to me, ഒരാൾ എന്നോട് പറഞ്ഞു, I found my daughter was talking on the cell phone to some boy. എന്റെ മകൾ ഒരു ചെറുക്കനോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. I said, who gave you that cell phone? ആരാണ് നിനക്ക് സെൽഫോൺ തന്നതെന്ന് ഞാൻ ചോദിച്ചു. My friend, that boy gave me the cell phone. ആ പയ്യൻ എനിക്ക് സെൽഫോൺ തന്നു. How dreadful. എന്ത് ഭയങ്കരം. Lies and lust. നുണയും കാമവും. When the holidays come, അവധിക്കാലം വരുമ്പോൾ what kind of books are you reading? എത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്? So, what you put in your mind, you will do. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇടുന്നത് നിങ്ങൾ ചെയ്യും. Oh, today if you touch a newspaper, ഇന്ന് നിങ്ങൾ ഒരു വാർത്താപത്രം തൊട്ടാൽ the news will be just very little. വാർത്ത വളരെ കുറവായിരിക്കും. But എന്നാൽ all these filthy pictures, മുഴുവൻ വൃത്തികെട്ട പടങ്ങളായിരിക്കും. half naked men, half naked women, അർദ്ധനഗ്നരായ പുരുഷന്മാരും സ്ത്രീകളും. and that is the diet of the men and women today. അതാണ് ഇന്ന് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും നിത്യാഹാരം. And what happens to your mind? പിന്നെ നിങ്ങളുടെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു? My dear people, എന്റെ പ്രിയപ്പെട്ട he ജനങ്ങളെ, that sinneth is a slave to sin, said പാപം Jesus. ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസൻ എന്ന് യേശു പറഞ്ഞു. What to do with slaves to sin? പാപത്തിന്റെ അടിമകളെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ്? The whole land is full of adultery. ദേശം മുഴുവനും വ്യഭിചാരത്താൽ നിറഞ്ഞിരിക്കുന്നു. No safety for girls, പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല. no safety for boys, ആൺകുട്ടികൾക്ക് സുരക്ഷിതത്വമില്ല. no safety for husband. ഭർത്താക്കന്മാർക്ക് സുരക്ഷിതത്വമില്ല. In the office, in the factory, the women are catching them. ഓഫീസുകളിലും ഫാക്ടറികളിലും സ്ത്രീകൾ അവരെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. If I had yielded to those who called me, എന്നെ വിളിച്ചവർക്ക് ഞാൻ വഴങ്ങി കൊടുത്തിരുന്നുവെങ്കിൽ I would have been finished long ago. ഞാൻ പണ്ടേ നശിച്ചു പോയേനമായിരുന്നു. The spirit of lust കാമയിച്ഛയുടെ ആത്മാവ് ruling in the hearts of men. മനുഷ്യ ഹൃദയങ്ങളിൽ വാഴുന്നു. And this has become famous in many countries. ഇത് പല രാഷ്ട്രങ്ങളിലും വിസ്തൃതമായിരിക്കുന്നു. Bollywood. ബോളിവുഡ്. A man was traveling with ഒരു me. പുരുഷൻ എന്റെ കൂടെ യാത്ര He ചെയ്യുകയായിരുന്നു. lives in South Africa. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ But what താമസിക്കുന്നു. did he tell me? അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞത്? Oh, Bollywood is very famous ബോളിവുഡ് വളരെ in South പ്രസിദ്ധമായതാണ് Africa. ദക്ഷിണാഫ്രിക്കയിൽ. Now, did we send one missionary to South Africa? നാം ഒരു മിഷണറിയെ എങ്കിലും തെക്കൻ ആഫ്രിക്കയ്ക്ക് അയച്ചുവോ? No, we have not. ഇല്ല, നാം അയച്ചിട്ടില്ല. Much robbery, killings. വളരെയേറെ മോഷണവും കൊലപാതകങ്ങളും. Oh, we think South Africa has recovered from apartheid. ദക്ഷിണാഫ്രിക്ക വർണ്ണവിവേചനത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുന്നു. Great Mr. Mandela has done a great benefit to that country. മിസ്റ്റർ മണ്ടേല ആ ദേശത്തിന് വലിയ ഉപകാരം ചെയ്തിരിക്കുന്നു. Listen, my friends, ശ്രദ്ധിക്കൂ എന്റെ if സുഹൃത്തുക്കളെ, you don't give Jesus Christ to any country, ഒരു രാജ്യത്തിന് യേശുക്രിസ്തുവിനെ നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ there is no freedom. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. No freedom on the street. തെരുക്കളിൽ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. You know, girls or men walking there, girls or women, are dragged away to a corner. പെൺകുട്ടികളും സ്ത്രീകളും ആൺകുട്ടികളും നടക്കുമ്പോൾ അവരെ പറ്റിച്ച് ഒരു കോണിലേക്ക് കൊണ്ടുപോകുന്നു. Oh, I hear of the danger of the auto rickshaw also.
ഓട്ടോറിക്ഷയിലെ അപായത്തെക്കുറിച്ചും ഞാൻ കേൾക്കുന്നു. How even the rickshaw driver is getting hold of the girls. ഇപ്പോൾ റിക്ഷ ഡ്രൈവർമാർ പോലും പെൺകുട്ടികളെ പിടിക്കുന്നു. The spirit of lust കാമ ഇച്ഛയുടെ and the ആത്മാവ്, spirit that is dragging people into adultery. ഈ ആത്മാവ് ജനങ്ങളെ വ്യഭിചാരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. So Jesus says, അതിനാൽ യേശു you are പറയുന്നു, a slave to your sin. നിന്റെ പാപത്തിന് നീ അടിമയാണ്. That sin is ruling in your heart. ആ പാപം നിന്റെ ഹൃദയത്തിൽ വാഴുകയാണ്. If you look this way, ഇങ്ങോട്ട് നോക്കിയാൽ you are a slave to that sin. ആ പാപത്തിന് നീ If you look അടിമയാകുന്നു. that way, അങ്ങോട്ട് you are നോക്കിയാൽ a slave to that sin. ആ പാപത്തിന് നീ If അടിമയാകുന്നു. you look at the newspaper, വാർത്താപത്രം you നോക്കിയാൽ are a slave to that sin. ആ പാപത്തിന് നിങ്ങൾ If you അടിമകളാകുന്നു. listen to some cassette, ഏതെങ്കിലും കാസറ്റ് കേട്ടാൽ you are a slave to that sin. ആ പാപത്തിന് നിങ്ങൾ അടിമകളാകുന്നു. My dear friend, എന്റെ പ്രിയ he സുഹൃത്തുക്കളെ, that sinneth is a slave, servant of sin. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാകുന്നു, How to ദാസനാകുന്നു. change this spirit? ഈ ആത്മാവിനെ എങ്ങനെ മാറ്റും? If you turn to Romans 6th chapter, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16th verse, 16-ാം വാക്യം, know ye not, നിങ്ങൾ അറിയുന്നില്ലയോ? Romans 6:16, റോമർ 6:16, know ye not that to whom you yield yourselves servants to obey, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും his servants you are, to whom you obey. നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു. All right, whom are you obeying? ശരി, നിങ്ങൾ ആരെയാണ് അനുസരിക്കുന്നത്? The Lord Jesus says, love your neighbor as yourself. കർത്താവായ യേശു പറയുന്നു, നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ That means you won't think evil thoughts about your neighbor. അതിന്റെ അർത്ഥം നിങ്ങളുടെ അയൽക്കാരനെ കുറിച്ച് ദുഷ്ടചിന്തകൾ നിങ്ങൾ You will ചിന്തിക്കില്ല not have എന്നാണ്. hatred for your neighbor. നിങ്ങളുടെ അയൽക്കാരന്റെ നേരെ നിങ്ങൾക്ക് പക You will ഉണ്ടാകില്ല. want to lift your neighbor. നിങ്ങളുടെ അയൽക്കാരനെ ഉയർത്തുവാൻ നിങ്ങൾ And ആഗ്രഹിക്കും. what is the opposite spirit? അതിന്റെ വിപരീതമായ ആത്മാവ് എന്താണ്? What shall I get out of this man? ഈ മനുഷ്യനിൽ നിന്നും എനിക്ക് എന്താണ് ലഭിക്കാൻ പറ്റുക? Some lust, some evil. കുറച്ച് കാമ ഇച്ഛ, കുറച്ച് ദുഷ്ടത. Today we hear of homosexuality ഇന്ന് സ്വവർഗ ഭോഗത്തെക്കുറിച്ച് നാം കേൾക്കുന്നു, in men and women. പുരുഷന്മാരിലും സ്ത്രീകളിലും. Oh, it is even sports people കായിക താരങ്ങളിലുമുണ്ട്. are called, this man is a homosexual, that girl, that tennis player is a lesbian. ഈ വ്യക്തി സ്വവർഗ ഭോഗിയാണ്, ആ ടെന്നീസ് താരം സ്വവർഗ ഭോഗിയാണെന്ന് പറയപ്പെടുന്നു. And in some countries, ചില രാഷ്ട്രങ്ങളിൽ they want to marry a woman marrying a woman. സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. Even dogs on the street don't do that. തെരുവിലെ നായ്ക്കൾ പോലും അങ്ങനെ ചെയ്യില്ല. And men want to marry men. പുരുഷന്മാർ പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. Big fight about this. ഇതിനെക്കുറിച്ച് വലിയ വഴക്ക്. And people want to march in the street. തെരുക്കളിൽ കൂടി അണിയായി നടക്കുവാൻ അവർ Oh, ആഗ്രഹിക്കുന്നു. kissing men. പുരുഷന്മാർ പുരുഷന്മാരെ ചുംബിക്കുന്നു. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, a spirit of slavery, അടിമത്തത്തിന്റെ ആത്മാവ്, whom you obey, നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന്, his servants you are, whom you obey. അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് നിങ്ങൾ ദാസന്മാരാകുന്നു. Yes. അതെ, Whom are you obeying? ആരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്? You, my father used to say എന്റെ പിതാവ് that പറയുമായിരുന്നു, he would not read this book and that book ഈ പുസ്തകവും ആ പുസ്തകവും വായിക്കയില്ലായിരുന്നു because എന്ന്. he wanted to keep his mind pure. കാരണം അദ്ദേഹം തന്റെ മനസ്സിനെ വിശുദ്ധമായി കാക്കുവാൻ And so ആഗ്രഹിച്ചു. even to read a book, അതിനാൽ ഒരു പുസ്തകം വായിക്കാൻ പോലും he would ask God, is it your will? ദൈവത്തോട് Do you ചോദിക്കുമായിരുന്നു, want me to read this book? ഇത് നിന്റെ ഇഷ്ടമാണോ? ഈ പുസ്തകം ഞാൻ വായിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? And he was so careful. അദ്ദേഹം വളരെ I am ജാഗ്രതയുള്ളവനായിരുന്നു. ashamed to tell you. പറയുവാൻ ഞാൻ ലജ്ജിക്കുകയാണ്. Oh, I began to read some very filthy books. ചില വൃത്തികെട്ട പുസ്തകങ്ങൾ വായിക്കുവാൻ ഞാൻ തുടങ്ങി.
I corrupted my mind. എന്റെ മനസ്സിനെ ഞാൻ I മലിനപ്പെടുത്തി. found that I was a slave and obeyed the devil. ഞാൻ ഒരു അടിമയായി എന്ന് മനസ്സിലാക്കി പിശാചിനെ അനുസരിച്ചു. I found that I was a servant. ഞാൻ ഒരു ദാസനാണെന്ന് മനസ്സിലാക്കി. The devil would say, take up that book. ആ പുസ്തകം എടുക്കൂ എന്ന് പിശാച് It's പറഞ്ഞു. in the library അത് with ലൈബ്രറിയിലുണ്ട്. dirty pictures. എല്ലാ വൃത്തികെട്ട പടങ്ങളുമായി. I would take it up. ഞാൻ ഉടനെ അത് You're എടുക്കും. the servant to whom you obey. നിങ്ങൾ ആരെ അനുസരിക്കുന്നുവോ അവരുടെ ദാസന്മാരാണ് Whom നിങ്ങൾ. are you obeying? ആരെയാണ് നിങ്ങൾ You're a അനുസരിക്കുന്നത്? father. നിങ്ങൾ ഒരു പിതാവാണ്. You're a mother. നിങ്ങൾ ഒരു But മാതാവാണ്. whom are you obeying? എന്നാൽ ആരെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്? If you obey evil, ദുഷ്ടതയെ അനുസരിച്ചാൽ you are a servant നിങ്ങൾ ഒരു ദാസനാണ് to that evil nature. ആ ദുഷ്ട സ്വഭാവത്തിന്. But what does Jesus say? എന്നാൽ യേശു എന്താണ് പറയുന്നത്? Now 17 and 18th verses. 17ഉം 18ഉം വാക്യങ്ങൾ. But God be thanked. ദൈവത്തിന് സ്തോത്രം. You were the servants of sin, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു. but you have obeyed from the heart the truth that was given to you. എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. And therefore you became the servants of പാപത്തിൽ നിന്ന് righteousness. സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി God be തീർന്നതുകൊണ്ട് thanked. ദൈവത്തിന് സ്തോത്രം. Why? എന്തിന്? You have now become the servants of ഇപ്പോൾ righteousness. നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നു. It's over. That slavery is over. കഴിഞ്ഞു, അടിമത്തം കഴിഞ്ഞു. My dear friend, എന്റെ പ്രിയ don't സുഹൃത്തുക്കളെ, be slaves. അടിമകളായിരിക്കരുത്. Today, ഇന്ന് servant women or servant girls working in a house ഒരു വീട്ടിൽ വേല ചെയ്യുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് have no safety. സുരക്ഷിതത്വമില്ല. The man of the house is catching them വീട്ടിലെ പുരുഷൻ അവരെ പിടികൂടുന്നു, and destroying them. അവരെ നശിപ്പിക്കുന്നു. I don't know, I have been seeing this nature in the men in South India for many years. പല വർഷങ്ങളായി ദക്ഷിണേന്ത്യയിലെ പുരുഷന്മാരിൽ ഈ സ്വഭാവത്തെ ഞാൻ കണ്ടുവരികയാണ്. Any woman who comes into the house, they want to touch her. ഭവനത്തിലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നാൽ അവർക്ക് അവളെ തൊടണം. I don't understand. എനിക്ക് മനസ്സിലാകുന്നില്ല. What is this terrible slavery? ഇത് എന്തൊരു ഭയങ്കരമായ അടിമത്തം. And here the Bible says, ഇവിടെ വേദപുസ്തകം പറയുന്നു, God be thanked, ദൈവത്തിന് സ്തോത്രം, that slavery is over. ആ അടിമത്തം കഴിഞ്ഞു പോയിരിക്കുന്നു. Now you're the servants of righteousness. ഇപ്പോൾ നിങ്ങൾ നീതിയുടെ ദാസന്മാരാണ്. And sometimes ചിലപ്പോൾ this evil spirit is getting into the women also. ഈ ദുഷ്ടാത്മാവ് സ്ത്രീകളിലും കയറുന്നു. They have 4 children, അവർക്ക് 4 കുട്ടികളുണ്ട്. but that adulterous spirit does not leave them. എന്നാൽ ആ വ്യഭിചാര ആത്മാവ് അവരെ വിടുന്നില്ല. And soon they begin to suspect their husbands. വേഗം തന്നെ അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ And സംശയിക്കാൻ they say, തുടങ്ങും. oh, you're doing this, you're coming late. Why, where did you go? നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ താമസിച്ച് വരുന്നു. നിങ്ങൾ എവിടെയാണ് And പോയത് some എന്ന് അവർ women പറയുന്നു. want to search the pockets of the husband, ചില സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ പോക്കറ്റുകൾ പരിശോധിക്കുവാൻ ശ്രമിക്കും. take the tickets, bus tickets. ബസ് ടിക്കറ്റുകൾ എടുക്കും. Where did you go? You spent so much money for the bus. നിങ്ങൾ എവിടെയാണ് പോയത്? ബസ്സിന് ഇത്രയും പൈസ ചിലവാക്കിയല്ലോ. Slaves. അടിമകൾ. To evil thoughts. ദുഷ്ചിന്തയ്ക്ക്. But here the Bible says, ഇവിടെ വേദപുസ്തകം പറയുന്നു, you were the servants of sin, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നു. but now എന്നാൽ ഇപ്പോൾ you're the servants of righteousness. നിങ്ങൾ നീതിയുടെ ദാസന്മാരാണ്. My dear friends, എന്റെ പ്രിയ do സുഹൃത്തുക്കളെ, you want this spirit to come into you? ഈ ആത്മാവ് നിങ്ങളിലേക്ക് വരുവാൻ നിങ്ങൾ That is the ആഗ്രഹിക്കുന്നുണ്ടോ? spirit of Jesus. അത് യേശുവിന്റെ ആത്മാവാണ്. That's what, when you fall at his feet, യേശുവിന്റെ പാദത്തിങ്കൽ നിങ്ങൾ you വീഴുമ്പോൾ get this new spirit. ഈ പുതിയ ആത്മാവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. No more a slave to sin, ഇനി പാപത്തിന്റെ അടിമ അല്ല, but പക്ഷേ a slave to righteousness. നീതിയുടെ അടിമ. You know, when I was coming here,
നിങ്ങൾക്കറിയാമോ, ഞാൻ ഇവിടേക്ക് And I saw the വന്നുകൊണ്ടിരുന്നപ്പോൾ crowded streets. തെരുക്കളിലെ ജനക്കൂട്ടത്തെ ഞാൻ കണ്ടപ്പോൾ I said, ഞാൻ പറഞ്ഞു, is there a servant of righteousness in every street? ഓരോ തെരുവിലും നീതിയുടെ ഒരു ദാസൻ ഉണ്ടോ? Any praying woman who is a servant of righteousness? നീതിയുടെ ദാസികളായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ. How sad എത്ര ദുഃഖകരമാണ് to look at so many people അനേകരെ കാണുമ്പോൾ struggling from day to day, ഓരോ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. and all their entertainment അവരുടെ വിനോദങ്ങളെല്ലാം is this uncleanness. ഈ വൃത്തികേടാണ്. This is their entertainment. ഇതാണ് അവരുടെ വിനോദം, Uncleanness. വൃത്തികേട്. How sad. എത്ര ദുഃഖകരം. When holidays come, അവധിക്കാലം വരുമ്പോൾ, the summer vacation, വേനൽക്കാല അവധി, the mind begins to be very active. മനസ്സ് വളരെ സജീവമായിരിക്കുന്നു. Evil thoughts, ദുഷ്ചിന്തകൾ, the spirit of lust. കാമത്തിന്റെ ആത്മാവ്. No, my dear friend. ഇല്ല എന്റെ പ്രിയ സുഹൃത്തുക്കളെ, The Lord Jesus wants to wash you in His own blood കർത്താവായ യേശു നിങ്ങളെ തന്റെ സ്വന്തം രക്തത്തിൽ കഴുകുവാൻ and give you ആഗ്രഹിക്കുന്നു. this new spirit. അങ്ങനെ ഈ പുതിയ ആത്മാവിനെ നൽകാം. You become a servant of righteousness. നിങ്ങൾ നീതിയുടെ ദാസനായി തീരുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Oh Lord Jesus, ഓ കർത്താവായ യേശു, many years I have wasted. അനേക വർഷങ്ങൾ ഞാൻ പാഴാക്കി. I come to your loving feet. അങ്ങയുടെ സ്നേഹമുള്ള പാദത്തിങ്കലേക്ക് I വരുന്നു. see the nails pierced through that feet. അങ്ങയുടെ പാദത്തിൽ തുളച്ചിരിക്കുന്ന ആണികളെ ഞാൻ കാണുന്നു. Oh, you bled for me. അവിടുന്ന് എനിക്കായി രക്തം ചൊരിഞ്ഞു. My feet ran to mischief and to evil. എന്റെ പാദങ്ങൾ വേണ്ടാധീനത്തിനും ദുഷ്ടതയ്ക്കും And ഓടി. you took that nails, the punishment of my sin upon you. അവിടുന്ന് ആ ആണി ഏറ്റു, എന്റെ പാപത്തിന്റെ Forgive ശിക്ഷ. me, Lord Jesus. കർത്താവായ യേശുവേ, എന്നോട് ക്ഷമിക്കണമേ. Give me a new heart എനിക്കൊരു പുതിയ ഹൃദയം and നൽകണമേ, a new spirit, ഒരു പുതിയ ആത്മാവും, that I might bring righteousness and peace അവിടുന്ന് നീതിയും സമാധാനവും കൊണ്ടുവരാനായി into my family and other families. എന്റെ കുടുംബത്തിലേക്കും മറ്റു കുടുംബങ്ങളിലേക്കും. Oh, gracious ഓ Father, കൃപ നിറഞ്ഞ പിതാവേ, we want you to touch these dear people, അവിടുന്ന് ഈ പ്രിയപ്പെട്ട ജനങ്ങളെ these സ്പർശിക്കണമേ. mothers. ഈ മാതാക്കൾക്ക് What a big job they have got. എത്ര വലിയ ജോലിയാണുള്ളത്. How to bring up their children in this world which is like a gutter. ഓട പോലിരിക്കുന്ന ലോകത്തിൽ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കും? They are drinking this gutter water. അവർ ഈ ഓടവെള്ളം കുടിക്കുകയാണ്. In the office gutter, ഓഫീസിൽ ഓട, in the college gutter, കോളേജിൽ ഓട, in the street gutter. തെരുവിൽ ഓട, If you turn to the television gutter, ടെലിവിഷൻ ഓൺ ചെയ്താൽ ഓട. Lord, save my family. കർത്താവേ, എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ. Let us not be servants of ഞങ്ങൾ unrighteousness. അനീതിയുടെ ദാസന്മാരാകരുത്. Give us a new heart. ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം Give നൽകണമേ. me a new heart. എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. Pray with all your heart. പൂർണ്ണ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. Lord Jesus, കർത്താവായ യേശുവേ, make me your servant. എന്നെ അങ്ങയുടെ Then ദാസനാക്കണമേ. I will be free from all this sin. അപ്പോൾ ഈ പാപങ്ങളിൽ നിന്നെല്ലാം വിടുതൽ Wash പ്രാപിക്കും. me in your holy blood. അങ്ങയുടെ വിശുദ്ധ രക്തത്തിൽ എന്നെ Wash കഴുകണമേ. me now. ഇപ്പോൾ എന്നെ Lord കഴുകണമേ. Jesus, കർത്താവായ യേശുവേ, cleanse these dear ഈ people പ്രിയപ്പെട്ട ജനങ്ങളെ കഴുകണമേ. and let their hearts be free from അവരുടെ unrighteousness. ഹൃദയം അനീതിയിൽ നിന്നും And വിമുക്തമാക്കപ്പെടട്ടെ. let them purify their അവരുടെ families. കുടുംബങ്ങളും വിശുദ്ധമാക്കപ്പെടട്ടെ. And throw out every evil thing that offends. ദ്രോഹിക്കുന്ന എല്ലാ ദുഷ്ടകാര്യങ്ങളെയും അവർ പുറത്താക്കട്ടെ. Hear our prayer ഞങ്ങളുടെ പ്രാർത്ഥന in കേൾക്കണം. Jesus' holy name. യേശുവിൻ വിശുദ്ധ നാമത്തിൽ Amen. ആമേൻ.